എവ്രിവൺ. സോ ഇന്ന് നിങ്ങളോട് ഈ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എക്സാം പേപ്പറിലൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന ടൈമിൽ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് വരും അല്ലേ. അപ്പം അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയാണ്. കാരണം ഇപ്പോൾ എക്സാം ടൈമാണ്, നമുക്ക് കുറേ ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, മെയിൻ എക്സാമിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും പ്രാക്ടിക്കൽ എക്സാമിൻ്റെയും ഒക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അത് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണോ? പിന്നെ ഇതൊരു കമ്പാരിസൺ ടൈമാണ്. അതായത് ഇപ്പം സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് വേറെ സ്റ്റുഡൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു, ഇപ്പം വീട്ടിലാണെങ്കിലും ചില പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാറുണ്ട്, ഫ്രണ്ട്സ് തമ്മിൽ കമ്പാരിസൺ, നിന്നെക്കാളും അവൻ നന്നായിട്ട് പഠിക്കും എന്നുള്ളൊരു കമ്പാരിസൺ ഒക്കെ വരുമ്പം നമ്മളൊരു സെൽഫ് കോൺഫിഡൻസിലായിരിക്കും വരുന്നത്. അത് പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ അതങ്ങ് ചോർന്നു പോകും അല്ലേ. അപ്പം അങ്ങനെ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പം ഈ മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എനിക്ക് പണ്ട് തൊട്ടേ ഒരു പേടി സ്വപ്നമാണ്. കുഞ്ഞിലെ വലിയ സീനില്ലായിരുന്നു, പക്ഷേ ഒരു 9th 10th ഒക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര പേടി വന്നു. 11th 12th ഞാൻ മാത്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാത്സ് എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സീനാണ്, മാർക്ക് കുറയുവാണെങ്കിൽ ആകെ കുറയുന്ന മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആയിരിക്കും. അപ്പോൾ ഈ മാത്സ് എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. എന്തോ ആ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണെന്നുള്ളൊരു സാധനം. അതിപ്പം തിയറി പേപ്പറിൻ്റെ ഇടയിലും പ്രോബ്ലം വരുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഭാഗം ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഭാഗം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ ആ ഒരു ചാപ്റ്റർ എനിക്ക് പാടാണെന്നൊക്കെ ഞാൻ പറയും. അപ്പം അത് പ്രോബ്ലത്തിനോടുള്ള ഒരു പേടിയായിരുന്നു. അപ്പം എക്സാം ഒക്കെ എഴുതുന്ന സമയത്തെ ഇപ്പം ഞാൻ കുറേ അതിൻ്റെ പുറകെ ഇരുന്ന് കഷ്ടപ്പെടുവേ, എങ്ങനെയെങ്കിലും ഇതിനൊന്ന് മാർക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി കുറേയൊക്കെ ഇരുന്ന് കഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് PTA മീറ്റിംഗ് വെക്കുമല്ലോ. അപ്പോൾ എൻ്റെ പാരൻസ്, അമ്മ ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അച്ഛനൊക്കെ വരുന്ന സമയത്ത് ടീച്ചേഴ്സ് എപ്പോഴും പറയുന്നൊരു സാധനമാണ്, മാത്സ് ടീച്ചർ പ്രത്യേകിച്ച് പറയുന്നൊരു സാധനമാണ്, അവൾ കറക്റ്റ് ആൻസർ ആദ്യം എഴുതിയിട്ട് അതങ്ങ് വെട്ടി അത് വളരെ വിസിബിളായിട്ട് ഞാൻ ഒരൊറ്റ വെട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ ടീച്ചറിന് കാണാം ഞാൻ എഴുതി വെച്ച സാധനം കറക്റ്റായിരുന്നു. അത് ഞാൻ വെട്ടിയിട്ട് താഴെ വേറെ ആ ഒരു കണക്കായിട്ടേ ബന്ധമില്ലാത്ത വേറെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഞാൻ സോൾവ് ചെയ്തത് തെറ്റാണ്. അപ്പം ഇതാണ് ഈ ഓണ പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ മോഡൽ എക്സാമിനും ഒക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം മാത്സിൻ്റെ മിസ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ആദ്യം എന്താണോ എഴുതുന്നത് അതിൽ നീ മാറരുത്, അത് കറക്റ്റ് സാധനമാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് കിടന്ന് മൽപ്പെടുത്തുക, അതായത് ഞാൻ എഴുതിയ സാധനം തെറ്റാ, പുതിയ ഫോർമുല വന്നിട്ടുണ്ട്, അത് വെച്ച് ചെയ്യുന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മൾ കേൾക്കും അല്ലേ. അപ്പം അതാണ് പ്രശ്നം പറ്റുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ എന്തൊക്കെയോ പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് മാർക്ക് വേണം എന്നുള്ള ഇതിൽ ഞാൻ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു പഠിത്തമുണ്ട്. ചിലതൊക്കെ കുറച്ചൊക്കെ കാണാപ്പാടം പഠിച്ചായിരിക്കും, ചില ഫോർമുലയൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഫോർമുല അതിൽ വന്നത് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സാധനം ഞാൻ ചോദിക്കാനൊന്നും പോവില്ല. ഞാൻ ജസ്റ്റ് ഇത് വന്നാൽ ഇത് ചെയ്യുന്നു ഓക്കെ ആൻസർ കിട്ടുന്നു, ആ സംഭവമാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തത്. ഞാൻ എഴുതുന്ന ആൻസറിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസ് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്തുകൊണ്ടാ ഒരു ഫോർമുല വന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത നിങ്ങളെല്ലാവരും കേൾക്കുന്ന ഒരു സാധനമാണ്, കോൺസെപ്റ്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, എക്സാം ഹോളിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ എഴുതിയ ഒരു ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യാത്തൊരവസ്ഥ. അതൊരു വല്ലാത്ത അവസ്ഥയാണ്, പ്രത്യേകിച്ച് അക്കൗണ്ടൻസി ഒക്കെ വരുന്ന സമയത്ത് ടാലി ആവാതിരിക്കുക. ഇപ്പോൾ എക്കണോമിക്സിലായാലും ബിസിനസ് സ്റ്റഡീസിലായാലും ചിലത് ഇത് എന്താണ് ഇത് എഴുതി വെക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുക. എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി വലുതായിട്ടുള്ള ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വരുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തരുന്നൊരു ബേസിക് സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ +1 +2 മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് കോമേഴ്സ് സ്റ്റുഡൻസ് പ്രൊഫഷണൽ കോഴ്സുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഡ്രീം ജോബ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള കോഴ്സുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾ പോയി എത്തിച്ചേരുന്നത്. അപ്പം അവിടെ നിങ്ങൾക്ക് ഈ ഒരു ബേസിലും, ഈ BCom എടുക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നിങ്ങൾക്ക് സംശയമാണ്, എന്താണ് എഴുതി വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഉത്തരം കാണും, പക്ഷേ അതാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളൊരു കൺഫ്യൂഷനില്ല. എന്തായാലും നമ്മൾ അത്രയും പഠിച്ച ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ട്, എഴുതാൻ അറിയുകയും ചെയ്യാം, പക്ഷേ അതിൽ ഏതാണെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ചുമ്മാ കാണാപ്പാഠം പഠിച്ച് പോയി എഴുതരുത്. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെ അത് വന്നു, എന്തുകൊണ്ടാണ് ചോദ്യം ഇങ്ങനെ വരുമ്പം ഇന്ന ആൻസർ ആണ് വരുന്നത്, അതെന്തുകൊണ്ട് എന്നുള്ളൊരു സാധനം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് നിങ്ങൾ തന്നെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും
എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റുകളൊക്കെ വന്നു, നിങ്ങൾ +2 ആയിക്കോട്ടെ, +2 സ്റ്റുഡൻസിനൊക്കെ നിങ്ങളുടെ മൂല്യനിർണ്ണയമൊക്കെ വരുന്നത് April 6 ഫലം നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നത് May 22 അപ്പോൾ May 22 നിങ്ങളുടെ റിസൾട്ട്സ് എല്ലാം കയ്യിലും കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ടാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. +1 സ്റ്റുഡൻസ് ആണെങ്കിൽ അടുത്ത +2 നിങ്ങൾ കയറുകയും ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത് നിങ്ങളുടെ മോഡൽ എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ്, ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമാണ്. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കുക. നിങ്ങൾ എക്സാമിന് വേണ്ടി കാണാപ്പാഠം പഠിക്കാതെ കോൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഞാൻ ചില സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം +1 കുറച്ച് ബിസിനസ് സ്റ്റഡീസ് കുറച്ച് ടഫായിരുന്നു, പക്ഷേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സ്റ്റുഡൻസ് പറഞ്ഞു അത് എളുപ്പമാണ്, ചില സ്റ്റുഡൻസ് പറഞ്ഞു പാടായിരുന്നു. അപ്പം ഈ എളുപ്പമാണെന്ന് പറഞ്ഞ സ്റ്റുഡൻസിനടുത്ത് ഞാനിങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു കാര്യമാണ്, അതായത് അതിൻ്റെ കോൺസെപ്റ്റ് അറിയായിരുന്നു, അപ്പം ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴത്തേക്ക് ഈ സാധനമായിരിക്കും എന്ന് വിചാരിച്ച് എഴുതി, അത് കറക്റ്റായി. ഓക്കെ, അപ്പം അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിയാവുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു ആൻസർ ആണെന്ന് മനസ്സിൽ വന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് പിന്നെ അവരത് വെട്ടിയിട്ട് തെറ്റായിട്ട് എഴുതാനും പോയില്ല, അവർക്ക് ഉറപ്പാണ് ഇത് തന്നെയാണെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ അറിയാൻ വയ്യായിരുന്നു അല്ലെങ്കിൽ പാടായിരുന്നു എന്ന് പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സാധനം പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് തന്നെ വന്നാലേ അവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പഠിക്കരുത്. നിങ്ങൾ കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ കട്ടായിട്ട് പഠിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പം അത് ഏത് ലെവലായിക്കോട്ടെ, ഇപ്പം നിങ്ങളുടെ അടുത്ത് കുറേ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, കുറേ പേരൊക്കെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കാണും. ഇപ്പം സ്പോർട്സിനും ആർട്സിനും ഒക്കെ പോകുന്ന പിള്ളേരൊന്നും ക്ലാസ്സിൽ കയറാത്തവരുടെ അടുത്ത് പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ക്ലാസ്സിലൊന്നും കയറാതെ എങ്ങനെ പാസ്സാവാനാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ക്ലാസ് ഇരുന്നിട്ടും ഇനി എങ്ങനെ പാസ്സാവാനാന്നൊക്കെ ചോദിച്ച് കളിയാക്കിയവരൊക്കെ കാണും. അവർക്കൊക്കെ ഉള്ള ഉത്തരം എന്ന് പറയുന്നത് തിരിച്ച് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് സംസാരിച്ചിട്ടോ ഒന്നുമല്ല, മാർക്ക് മേടിച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ആദ്യത്തെ അല്ലെങ്കിൽ +2 കയറിയിട്ടുള്ള ആദ്യത്തെ പരീക്ഷയായിരുന്നു ഓണപ്പരീക്ഷ. +1 അതുപോലെ തന്നെ ഓണപ്പരീക്ഷ ആയിരുന്നല്ലോ ഫസ്റ്റ് എക്സാം. ഇനി നിങ്ങൾക്ക് മാർക്ക് അതിനുള്ള അന്നേരം കളിയാക്കിയ ആൾക്കാർക്കൊക്കെ തിരിച്ചൊരു ഉത്തരവായിട്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിനാണ്. അതുകൊണ്ട് ക്രിസ്മസ് എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് അറിയാലോ, സെക്കൻഡ് ടേമിൻ്റെ പോർഷൻസ് മാത്രമല്ല ഫസ്റ്റ് ടേമിൻ്റെ പോർഷൻസും ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടിരുന്ന് കഷ്ടപ്പെടുക. നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ കഷ്ടപ്പെടാൻ ഞങ്ങൾ റെഡിയാണ്. നമ്മുടെ ചാനൽ എടുത്ത് നോക്ക്, ഇഷ്ടംപോലെ വീഡിയോസ് ആയിക്കോട്ടെ, ഒരുപാട് കോണ്ടന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും കാണും. നമ്മൾ ലൈവ് സെഷൻ ആയിക്കോട്ടെ, എക്സാമിൻ്റെ സമയത്ത് മോർണിംഗ് ബൂസ്റ്റർ ആയിക്കോട്ടെ, നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടേ നമ്മൾ എക്സാമിലേക്ക് കയറ്റി വിടുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ആൻസേഴ്സിനെ നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഡൗട്ട് വരാതെ ഒരു ആൻസർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് പഠിക്കണം. കോൺസെപ്റ്റ് പഠിച്ചേ പറ്റത്തുള്ളൂ. വെറുതെ നിങ്ങൾ എന്താ ഇത് വന്നാൽ ഇത് എന്ന് പറഞ്ഞ് കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. വളരെ സിമ്പിളാണ്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകളിൽ വെച്ച് ചോദിച്ചോളൂ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോകുമ്പം ടീച്ചറിനോട് ചോദിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും മിസ് ഇനിയും കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനൊന്നും സമയമൊന്നുമില്ല, മെയിൻ എക്സാം ഇങ്ങെത്തി എന്ന് നിങ്ങൾ പറയുന്നവരോടാണ്, ഇനിയും സമയമുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ടൈറ്റ് പാക്ഡ് ആയിട്ടുള്ള ടൈം ടേബിളൊന്നും നിങ്ങൾ വെക്കണ്ട. നിങ്ങൾ ഓരോ സബ്ജക്റ്റ് ഓരോ ദിവസം എടുത്ത് ഓരോ ചാപ്റ്റർ നിങ്ങൾ തന്നെ എയിം വെച്ച് സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അവർക്ക് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, അപ്പോൾ അവർക്ക് ഡയറക്റ്റ് നമ്മുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്കൂളിലാണ്, ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോകുന്നത്, നമ്മുടെ യൂട്യൂബ് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയി നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലൈവിൽ വരുന്ന സമയത്ത് ലൈവിൽ നമുക്ക് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്, എന്നാലും നിങ്ങൾ മാക്സിമം ചോദിക്കുവാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഡു യുവർ ബെസ്റ്റ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ആൻസേഴ്സിലും നിങ്ങളിലും നിങ്ങളൊരു കോൺഫിഡൻസ് വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ ഇത്തവണത്തെ എക്സാംസ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സുകളിൽ വെച്ച് കാണാം. ബൈ.